നടൻ മോഹൻലാലിൻ്റെ കണ്ണിൽ മൈക്ക് വെച്ച് കുത്തിയ 24 മാപ്രയോട് നടൻ ക്ഷമിച്ചതായിട്ടുള്ള ഓഡിയോ പുറത്തു വന്നിട്ടുണ്ട്. കണ്ണിൽ മൈക്ക് വെച്ച് കുത്തുന്ന ദൃശ്യം സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയും വലിയ വിമർശനമുണ്ടായ പശ്ചാത്തലത്തിലാണ് മാധ്യമപ്രവർത്തകൻ നേരിട്ട് മോഹൻലാലിനെ ക്ഷമ പറയാൻ വിളിച്ചത്. എന്തായാലും ആദ്യം എന്താണ് ആ സംഭവമെന്ന് ദൃശ്യത്തിലൂടെ കണ്ടേ. മോഹൻലാലിൻ്റെ കണ്ണിൽ എങ്ങനെയാണ് തലസ്ഥാനത്തെ ടാഗോർ തിയേറ്ററിന് മുന്നിൽ വെച്ച് മാപ്രകളുടെ മൈക്ക് വെച്ചുള്ള ഇടി കിട്ടിയതെന്ന് കണ്ടേ. എന്താണ് മോനെ ഇതൊക്കെ ഈ കണ്ണിൽ എന്താണ് മോനെ ഇതൊക്കെ ഈ കണ്ണിൽ പുള്ളിയുടെ മുഖത്തേറി കൊണ്ട് കണ്ണി കയറി കൊണ്ട് ഇതിന് പിന്നാലെയാണ് ദൃശ്യം സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയും വലിയ വിമർശനങ്ങൾ ഉയരുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ 24-ലെ മാധ്യമപ്രവർത്തകൻ നേരിട്ട് മോഹൻലാലിനെ ഫോണിൽ ബന്ധപ്പെട്ടു. അബദ്ധം പറ്റിയതാണെന്ന് മോഹൻലാലിനെ വിളിച്ചറിയിച്ചത്. മോഹൻലാൽ വിളിച്ചപ്പോൾ ഫോൺ എടുത്തില്ലെങ്കിലും പിന്നീട് വിളിക്കുന്നത് ആ തെറ്റുപറ്റിയ മാധ്യമപ്രവർത്തകനാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് മോഹൻലാൽ ഇയാളെ വിളിക്കുന്നുണ്ട്. ആ ഫോൺ റെക്കോർഡാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. മോഹൻലാൽ എന്ന നടൻ അത്തരം സന്ദർഭങ്ങളിലൂടെയൊക്കെ എത്ര മാന്യമായിട്ടും ദേഹം വേദനിച്ചെങ്കിലും അതിനോട് ഒട്ടും ഈർഷ്യയില്ലാതെ ആ റിപ്പോർട്ടറോട് സംസാരിച്ചതൊന്ന് കേട്ടെ. ഹലോ, ഞാൻ ലാലാണ്. ഹലോ സാറേ, ലാലേട്ട, എനിക്ക് ഒരു അബദ്ധം പറ്റിയാണ്. ഞാനത് അതൊന്നും കുഴപ്പമില്ല, കഴിഞ്ഞ കാര്യമല്ലേ. അതെ, ഇന്നലെ ഞാൻ ചെയ്യാൻ പാടില്ല. ഒന്നും ചെയ്യാൻ. എനിക്ക് ഇത് എന്തറിയോ, നമ്മളെ ഒരു 5 മണിക്കോ അല്ലെ 6 മണിക്കോ ഒരു പോസ്റ്റ് ഇടുന്നു പറയുന്നു, നമ്മൾ ഇട്ടോളാൻ പറയുന്നു. അതിന് ഫംഗ്ഷന് കയറുന്നു. അതിന്റെ ഇടയ്ക്ക് എന്താണ് ന്യൂസിൽ വരുന്നത് എനിക്കറിയില്ല. അറിയാത്തൊരു കാര്യം സംസാരിക്കുമോ? ഞാൻ പറഞ്ഞു എനിക്കറിയില്ല ന്യൂസ് എന്താണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അറിഞ്ഞുകൂടാത്തൊരു കാര്യം ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്കറിയില്ല, അറിഞ്ഞിട്ട് പറയാന്ന് പറഞ്ഞു. അതെ അതെ, എന്ത് ചെയ്യാൻ പറ്റും? ഇവർക്ക് മാധ്യമം അങ്ങനെയാണല്ലോ. അപ്പൊ ഒന്നും കിട്ടിയില്ലേ നിങ്ങളെ കയറി പിടിച്ചു, ഇത്രയേ ഉള്ളൂ. വേറെ എന്ത് കൈ ലോക്കായി. ഓക്കെ, താങ്ക് യു. ഞാൻ പക്ഷെ നോക്കി വെച്ചിട്ടുണ്ട്. മോഹൻലാലിന്റെ മകൾ സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നു എന്ന വാർത്ത വന്നതിന് പിന്നാലെ അതിനെ സംബന്ധിച്ചുള്ള പ്രതികരണം എടുക്കാൻ പോയതിനിടയ്ക്കാണ് ഇത് സംഭവിച്ചെന്നാണ് മാധ്യമപ്രവർത്തകന്റെ വിശദീകരണം. പക്ഷേ ഏതെങ്കിലും ഒരു ചാനൽ എന്തെങ്കിലും വിളിച്ചു പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഇങ്ങനെ ഒരു വിഷയമുണ്ട്, ഇതിൽ പ്രതികരിക്കുന്നോ എന്ന് ആർക്കെങ്കിലും ഒരാൾക്ക് ചോദിക്കാം. അതാണ് മാന്യത. അതിൽ പ്രതികരിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ പ്രതികരിക്കട്ടെ, ഇല്ലെങ്കിൽ വേണ്ട, അവരെ വഴിക്ക് വിടും. ഇതങ്ങനെയല്ലല്ലോ. വഴി നടക്കാൻ വരുമ്പോൾ വിഷയം ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന് ആവർത്തിച്ച് പറയുമ്പോഴാണ് ആദ്യം താടിക്ക് ഒരു കുത്തു കിട്ടുന്നുണ്ട്. അതിനുശേഷം അദ്ദേഹത്തിന് വിഷയത്തെക്കുറിച്ച് മനസ്സിലാക്കിയിട്ട് പ്രതികരിക്കാമെന്ന് പറഞ്ഞിട്ടും അതൊന്നും പോരാഞ്ഞിട്ട് കണ്ണി കുത്തുന്ന സാഹചര്യമുണ്ടായതും. എന്തായാലും വലിയ വിവാദമായപ്പോൾ മാധ്യമങ്ങൾ പ്രതിരോധത്തിലായി. അത്തരം പ്രവർത്തനങ്ങൾക്കെതിരെ വലിയ ജനവികാരമുണ്ടായപ്പോഴാണ് ഇപ്പോൾ മാധ്യമപ്രവർത്തകൻ തന്നെ മോഹൻലാലിനെ നേരിട്ട് വിളിച്ച് അബദ്ധം പറ്റിയതാണെന്ന് പറയുന്നത്. അതൊക്കെ നല്ല ക്വാളിറ്റി തന്നെയാണ്, കുറ്റം പറയുന്നില്ല. അത്തരം മാന്യതയൊക്കെ കാണിക്കേണ്ടതാണ്. അല്ലാതെ അറിയാതെ സംഭവിച്ചതിൻ്റെ പേരിൽ ഒരു ക്രെഡിറ്റായി ഇരിക്കട്ടെ എന്നൊന്നും കരുതിയില്ലോ. പിന്നീട് ഈ വാർത്തയെ വിശ്വസിക്കാൻ പറ്റാത്ത മറ്റൊരു കാരണം കൂടിയുണ്ട്. അതായത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായി, അത് വെച്ച് ചാനലിനെ മാർക്കറ്റ് ചെയ്ത് കളയാം എന്നുള്ള രീതിയിൽ 24-ലെ ശ്രീകണ്ഠൻ നായർ ഓപ്പറേറ്റ് ചെയ്തതാണോ എന്ന് സംശയിക്കാതിരിക്കാനും കഴിയില്ല. കാര്യം അങ്ങനെ ഒരു സംഭവം ഉണ്ടായി, നമുക്കൊരു അഡ്വാൻറ്റേജ് ആണ്. അത് വെച്ചിട്ട് വാർത്താ മാർക്കറ്റിംഗ് നടത്തിയതായിരിക്കാം എന്ന് വേണമെങ്കിലും സംശയിക്കാം. കാര്യം മോഹൻലാൽ തിരിച്ചു വിളിച്ചു എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവരുടെ വാർത്താ സൃഷ്ടികളിലെ സ്വാഭാവിക സംശയങ്ങൾ വച്ചിട്ട് ആ രീതിയിൽ നാട്ടുകാർ ചിന്തിച്ചാലും കുറ്റം പറയാൻ കഴിയില്ല.